ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വട ഡ്രോപ്സ്. ഓക്കെ, ഇങ്ങനെ ഇപ്പോൾ ചിലർക്കൊന്നും വടയുടെ ഷേപ്പിൽ അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സെയിം വേയിൽ ഓക്കെ ഈ വടയുടെ തന്നെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉണ്ടാക്കുന്ന ഉഴുന്നുവടയുടെ ഇൻഗ്രീഡിയൻസ് തന്നെ ഇട്ടിട്ട് വട ഡ്രോപ്സ് ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഷേപ്പ് ഉണ്ടാക്കാനൊന്നും പറ്റില്ലെങ്കിൽ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈവനിങ്ങിലൊക്കെ എന്തെങ്കിലും ചായയുടെ കൂടെ ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഉഴുന്ന് ഒന്ന് സോക്ക് ചെയ്യണം ആദ്യം ഒരു 4 hours to 6 hours സോക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഓവർനൈറ്റ് സോക്ക് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒത്തിരി വെള്ളം പോലെ അരച്ചെടുക്കലുണ്ട്. ഇതേപോലെ ഉണ്ടോ, ഇതേപോലെ അരച്ചെടുക്കുക. എന്നിട്ട് അപ്പം ഇതുപോലെ അരച്ച് വെച്ചിട്ട് ഇതിനകത്ത് കുറച്ച് അരിപ്പൊടി, കുറച്ച് ബേക്കിംഗ് പൗഡറും സാൾട്ടും ഇടണം. ഓക്കെ, റൈസ് ഫ്ലവർ, പിന്നെ ബേക്കിംഗ് പൗഡർ ആൻഡ് സാൾട്ട് അത് ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോകും. ഓക്കെ, അതോട്ട് ഇട്ടിട്ട് നമുക്ക് ഉപ്പ്, പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പെടുക്കണം കേട്ടോ. ഉപ്പിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഇടുന്നതാണ് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞത്, കുറച്ച് ഗ്രീൻ ചില്ലി, ജിഞ്ചർ ആൻഡ് കറി ലീഫ് അരിഞ്ഞ് വെച്ചു. ഓക്കെ, ഇതിനകത്തോട്ട് നമുക്ക് ഇടാം. ഓക്കെ, ഗ്രീൻ ചില്ലി, ഈ ഒണിയൻ, ജിഞ്ചർ, ഇതെല്ലാം കൂടി ഇട്ടുണ്ടാക്കുമ്പോഴേ വടയുടെ തന്നെ ടേസ്റ്റ് കേട്ടോ. വടക്കകത്ത് നമ്മൾ ഇതെല്ലാം ഇടുമല്ലോ. അപ്പം നിങ്ങൾക്ക് വട കഴിക്കണം എന്ന് ആഗ്രഹമുള്ളപ്പോൾ ഓക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വട ഡ്രോപ്സ്. പിന്നെ എന്താ ഡോണറ്റ് ഡ്രോപ്സ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും ഇല്ലേ. ഡോണറ്റ് അതേ ഷേപ്പിൽ ഉണ്ടാക്കണം എന്നല്ല, ഡോണറ്റിൻ്റെ അതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് ആ ഡ്രോപ്സ് ഉണ്ടാക്കാം. അതേപോലെയാണ് ഈ വട ഡ്രോപ്സ്. റൗണ്ട് ആക്കണമെങ്കിൽ റൗണ്ട് ആക്കുക, അതല്ല ജസ്റ്റ് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ കുറച്ച് ഓയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം ഇട്ടിനകത്തുണ്ട്. 4 to 6 hours സോക്ക് ചെയ്തിട്ട് ഇതേപോലെ അരച്ചെടുക്കുക. അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ അഥവാ ഓവർനൈറ്റ് വെച്ചിട്ട്, ഇതിപ്പം ഞാൻ ഓവർനൈറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. എന്നിട്ടും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വട ഡ്രോപ്സ് ഉണ്ടാക്കാൻ ഇത് മതി. ഓക്കെ, അങ്ങനെ ഞാൻ ഇന്നലെ ഇട്ടതായിരുന്നു ഇത് സോക്ക് ചെയ്യാൻ. എന്നിട്ട് ഞാൻ ഇന്നാണ് അരച്ചത്. ഓക്കെ, എന്നിട്ട് ഒത്തിരി വെള്ളമില്ലാതെ ഇതുപോലെ അരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഡ്രോപ്പായിട്ടിങ്ങനെ, അതാണ് വട ഡ്രോപ്സ്. ഓക്കെ, ഇതേപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു വേണമെങ്കിൽ കുറച്ച് നേരം ഒരു 10 to 10 minutes ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിക്കൊണ്ടിരിക്കുക. അത് ചൂടായി വരുമ്പം നമുക്കത് എടുത്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഉണ്ട് ഇതുപോലെ ഡ്രോപ്സ്, ഇതിനാണ് ഡ്രോപ്സ് എന്ന് പറയുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്. ശരിക്കും നമ്മുടെ വടയുടെ ടേസ്റ്റ് തന്നെ. അപ്പം ഇതേപോലെ ചെറിയ ഡ്രോപ്സ് ആക്കി ഇട്ട് കൊടുക്കുക. അതിനാണ് വട ഡ്രോപ്സ് എന്ന് പറയുന്നത് അല്ലേ. ഈ എന്താ പറയുക, ഡോണറ്റ് ഡ്രോപ്സ് എന്നും പറഞ്ഞിട്ട് കിട്ടും. ഡോണറ്റ് എന്താ പറയുക, ഡോണറ്റ് ഷേപ്പ് അല്ലാതെ ഡോണറ്റിൻ്റെ അതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് പിന്നെ ഡോണറ്റ് ഡ്രോപ്സ് ഇട്ട് അതേപോലെ ഞാൻ ഉണ്ടാക്കുക. വട ഡ്രോപ്സ് എന്നും പറയും കേട്ടോ. അതുകൊണ്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ആർക്കെങ്കിലും ഇപ്പോൾ വട കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക്, ഇപ്പം വടയുടെ ഷേപ്പ് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു സൈഡായിട്ട് മറ്റേ സൈഡിൽ നിന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതേപോലെ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം ആ സൈഡിലൂടെ ആയിക്കഴിഞ്ഞാൽ റെഡി അല്ലേ. ഇത് ആളുകൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഇതാണ്. പക്ഷെ ഒത്തിരി ആൾക്ക് ഇഷ്ടമായിരിക്കുമല്ലോ ഉഴുന്ന് വട കഴിക്കാൻ. അപ്പം ഇതുപോലെ ആകുമ്പം ഇത് വേഗത്തിൽ നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള വട ഡ്രോപ്സ് ഉണ്ടാക്കിയെടുക്കണ്ട. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയായിരിക്കും. കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ബേക്കിംഗ് പൗഡറൊക്കെ ഇടുന്നതുകൊണ്ട് നന്നായിട്ട്
ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഉണ്ട് ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ? ഇപ്പോൾ ബാക്കിയിരിക്കുന്നതും കൂടെ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഡ്രോപ്സ് ആക്കി നട്ടിട്ടിട്ട് ട്രൈ ചെയ്തെടുക്കുക. ഓക്കെ, നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുന്നുണ്ട്. നോക്കാം, നമ്മുടെ വട ഡ്രോപ്സ് റെഡിയായി. ഉണ്ടോ? ഉഴുന്ന് വടയുടെ അതേ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പം ഇതേപോലെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ആർക്കെങ്കിലും വട കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെ ഒക്കെ ഇത് കുറച്ച് ഉഴുന്നൊന്ന് സോക്ക് ചെയ്തിടുക. ഇതേപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് എന്താ പറഞ്ഞത്, ഷേപ്പൊന്നും ആക്കേണ്ടതുകൊണ്ട് എളുപ്പത്തിലാക്കാം. ഓക്കെ, ടൈമൊന്നുമില്ല, ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുക. അത് നമുക്ക് സൗണ്ട് കേൾക്കാം അല്ലേ? ക്രഞ്ചി സൗണ്ട്. അപ്പം ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.